ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ICCയുടെയും ലോകത്തുള്ള ക്രിക്കറ്റ് ആരാധകരുടെയും പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് ഒരു നിരാശയിലേക്ക് കൂപ്പുകുത്തുകയാണോ ഈ T20 ലോകകപ്പ്? സാധാരണയായി ഒരു വലിയ ടൂർണമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു മെഗാ ഇവൻറ്റിൻ്റെ തുടക്കം എന്ന് പറയുന്നത് എപ്പോഴും ഗംഭീരമായിരിക്കണമെന്നാണ് പറയപ്പെടാറ്. അതിൻ്റെ ആദ്യ ദിവസം അല്ലെങ്കിൽ ആദ്യ ആഴ്ച എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ എന്തുകൊണ്ടോ ഈ ഒരു T20 ലോകകപ്പിൻ്റെ ആദ്യ ഒരു ഘട്ടം എന്ന് പറയുന്നത് അല്ലെങ്കിൽ തുടക്കം എന്ന് പറയുന്നത് ഒട്ടും ആശാവഹമല്ല. 2007 വെസ്റ്റ് ഇൻഡീസ് ആതിഥേയത്വം വഹിച്ച ഏകദിന ലോകകപ്പ് ഒരു വലിയ പരാജയമായിരുന്നു. അന്ന് കൂനിന്മേൽ കുരു പോലെ ഇന്ത്യ ആദ്യഘട്ടത്തിൽ തന്നെ തോറ്റു പുറത്താവുകയും ചെയ്തിരുന്നു. എന്തൊക്കെയാണ് ഈ 2024 ICC T20 ലോകകപ്പ് നേരിടുന്ന പ്രശ്നങ്ങൾ? നമുക്കൊന്ന് പരിശോധിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സെക്യൂരിറ്റി പ്രശ്നം തന്നെയാണ്. ഈ ലോകകപ്പിന് ആദ്യമായിട്ടാണ് അമേരിക്ക ആതിഥേയത്വം വഹിക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വലിയ ഇവന്റുകൾ ഇതിനു മുമ്പ് അമേരിക്ക കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒളിമ്പിക്സ് പോലെയുള്ള വലിയ മഹാമേളകൾ തന്നെ അമേരിക്കൻ പോലീസ് കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും ക്രിക്കറ്റിന്റെ ഒരു ലോകകപ്പ് ആദ്യമായിട്ടാണ് അമേരിക്കയിൽ അരങ്ങേറുന്നത്. അതുകൊണ്ട് തന്നെ ഈ സബ് കോണ്ടിനെന്റിൽ നിന്നുള്ള ഫാൻസിനെ, ആരാധകരെ, ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ശ്രീലങ്കയുടെയും ആരാധകരെ എങ്ങനെയാണ് അമേരിക്കൻ പോലീസ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നതെന്ന് ഒരു വലിയ പ്രശ്നമാണ്. നമ്മൾ അതിനൊരു ഉദാഹരണമായി നമ്മൾ കണ്ടത് ഈ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഒരു സന്നാഹ മത്സരം. ആ സന്നാഹ മത്സരത്തിനിടയിൽ രോഹിത് ശർമ്മയുടെ ഒരു ആരാധകൻ ഗ്രൗണ്ടിലേക്ക് ഓടിയിറങ്ങുകയും രോഹിത് ശർമ്മയെ അദ്ദേഹം കെട്ടിപ്പിടിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. പോലീസുകാർ പുറകെ ഓടി വരുന്നു, സെക്യൂരിറ്റി ജീവനക്കാരും പോലീസുകാരും പുറകെ ഓടി വരുന്നു, അദ്ദേഹത്തിനെ കീഴ്പ്പെടുത്തുന്നു. രോഹിത് ശർമ്മ അവരെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും വകവയ്ക്കാതെ പോലീസുകാർ ഒരു റഗ്ബി മാച്ച് പോലെ അയാളുടെ മുകളിൽ കയറി ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിനെ കീഴ്പ്പെടുത്തി ബാക്കിലേക്ക് രണ്ട് കൈകളും പിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ വിലങ്ങ് വെച്ച് ഗ്രൗണ്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ആ രാജ്യത്തിന്റെ ഒരു സെക്യൂരിറ്റി, ആ രാജ്യത്ത് ടൂർണമെന്റ് നടക്കുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അവിടുത്തെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ശ്രീലങ്കയുടെയും ഒക്കെ ആരാധകരെ അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായി അവരുടെ മുന്നിൽ അവശേഷിക്കുന്നതുമാണ്. വിരാട് കോഹ്ലിയുടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരം നേടിയിരുന്നു. വിരാട് കോഹ്ലി ഗ്രൗണ്ടിലേക്ക് വരുന്ന ഒരു വീഡിയോ, ഒരു ബാറ്റ് പിടിച്ച് അദ്ദേഹം ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഒരു സെക്യൂരിറ്റി, കുതിരപ്പുറത്തുള്ള പട്ടാളക്കാരടക്കമുള്ള ഒരു സെക്യൂരിറ്റി നമ്മൾ കാണുകയും ചെയ്തതാണ്. ന്യൂയോർക്ക് പോലീസ് അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരമാണ്. ജൂൺ 9 ന്യൂയോർക്കിലെ നസാവു കൗണ്ടി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് ആ മത്സരം നടക്കുന്നത്. ആ മത്സരത്തിൽ ഇപ്പോൾ തന്നെ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് അല്ലെങ്കിൽ ഒരു തീവ്രവാദ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു മത്സരത്തിന് വേണ്ടി തന്നെ ഒരുപാട് അധികം സെക്യൂരിറ്റി ജീവനക്കാരെയും പോലീസുകാരെയും എല്ലാം ന്യൂയോർക്കിലെ ആ ഒരു ഭരണകൂടം വിന്യസിച്ചിട്ടുമുണ്ട്. ഒരു ലോൺ വൂൾഫ് അറ്റാക്ക് ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. ലോൺ വൂൾഫ് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്കുള്ള ഒരു തീവ്രവാദ ആക്രമണത്തിനെയാണ് ലോൺ വൂൾഫ് അറ്റാക്ക് എന്ന് പറയുന്നത്. അതായത് ഒരുപാട് പേർ ചേർന്നുള്ള ഒരു ആക്രമണമല്ല, ഒരേ ഒരാൾ മാത്രം ഈ ആക്രമണത്തിന് നേതൃത്വം വഹിക്കുകയും അദ്ദേഹം തന്നെ ആക്രമണത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നതിനാണ് ലോൺ വൂൾഫ് അറ്റാക്ക് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ ലോകകപ്പിന്റെ ഒരു മാറ്റു കുറയ്ക്കുന്ന സംഗതികളാണ്. അതുകൊണ്ട് തന്നെ വലിയ സെക്യൂരിറ്റിയാണ് ഈ ലോകകപ്പിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നതെന്നാണ് ആദ്യത്തെ ഒരു പ്രധാന പ്രശ്നമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കൺസേൺ എന്ന് പറയുന്നത് മഴയാണ്. മഴ എന്തുകൊണ്ടാണ് ഒരു കൺസേൺ എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകകപ്പിന്റെ തുടക്കത്തിൽ തന്നെ ആദ്യ സന്നാഹ മത്സരത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ബംഗ്ലാദേശും USA തമ്മിലുള്ള ഒരു മത്സരം മഴ മൂലം ഉപേക്ഷിക്കുകയുണ്ടായി. അതിനുശേഷം ഇതിന്റെ ഫസ്റ്റ് റൗണ്ട് മത്സരങ്ങളിലേക്ക് വരുമ്പോൾ ഇംഗ്ലണ്ടും സ്കോട്ട്ലൻഡും തമ്മിലുള്ള ഒരു മത്സരവും മഴ മൂലം ഉപേക്ഷിക്കുകയുണ്ടായി. അത് ഈ സന്നാഹ മത്സരമായിരുന്നില്ല, ഈ ടൂർണമെന്റിലെ ഒരു പ്രധാനപ്പെട്ട മത്സരമായിരുന്നു. അപ്പൊ നമുക്കറിയാം, ഒരു ആരാധകനെ സംബന്ധിച്ചിടത്തോളം ഒരു മത്സരം കാണാനായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ മഴ ഒരു രസം കൊല്ലിയായി എത്തുന്നത് ഏറ്റവും നിരാശാജനകമായ ഒരു കാര്യം. ഏതായാലും ഈ ടൂർണമെന്റ് പുരോഗമിക്കുന്തോറും മഴ ഒരു വില്ലനായി മാറില്ല എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ആരാധകരും ക്രിക്കറ്റ് ലോകവും. ഇനി മൂന്നാമത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ICC ഈ ടൂർണമെന്റിന്റെ സമയം ക്രമീകരിച്ചിരിക്കുന്നതാണ്. അതൊരു വലിയ പ്രശ്നമാണ്. എല്ലായിടത്തും വലിയ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ ICCയുടെ ടൈമിംഗ് എന്ന് പറയുന്നത്. കാരണം പല മത്സരങ്ങളും വെസ്റ്റ് ഇൻഡീസിലും USA അരങ്ങേറുന്നത് അവിടുത്തെ ഒരു രാവിലത്തെ ഒരു ടൈമിലാണ്, അതായത് ഒരു മോർണിംഗ് ടൈമിലാണ്. ഇപ്പോൾ ഇന്ത്യ ആദ്യ മത്സരം അയർലൻഡുമായി കളിച്ചത് അത് ന്യൂയോർക്കിലാണ് ആ മത്സരം നടന്നത്. രാവിലെ 10:30 മണിക്കായിരുന്നു ആ മത്സരത്തിന് തുടക്കം കുറിച്ചത്. അതുപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസും പാപ്പുവ ന്യൂ ഗിനിയ എന്ന് പറയുന്ന ഒരു ടീമും തമ്മിലുള്ള മത്സരം നടന്നതായിട്ട് ഏകദേശം അതേ സമയത്താണ്. അത് വെസ്റ്റ് ഇൻഡീസിലെ ഗയാനയിലായിരുന്നു ആ മത്സരം. അതുകൊണ്ട് തന്നെ ഒഴിഞ്ഞ ഒരു ഗാലറിയിലായിരുന്നു ആ മത്സരം നടന്നത്. അതൊരു വർക്കിംഗ് ഡേ ആയിരുന്നു പ്രത്യേകിച്ചും. അപ്പോൾ വർക്കിംഗ് ഡേയിൽ ആളുകൾ എത്തിപ്പെടാനുള്ള ചാൻസസ് വളരെ കുറവാണ്, പ്രത്യേകിച്ച് രാവിലെ 10:30 മണി എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ലേറ്റ് ആയിട്ട് ഉറങ്ങുകയും രാവിലെ വളരെ വൈകി എഴുന്നേൽക്കുകയും ചെയ്യുന്ന ഒരു കൾച്ചറുള്ള ആളുകളാണെന്ന് പലപ്പോഴും പറയുന്നത്
കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ 10:30 മണി എന്ന് പറയുന്നത് അവർക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു ടൈമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഗയാനയിൽ നടന്ന ആ ഒരു മത്സരത്തിൽ ആള് കുറഞ്ഞതെന്ന് പറയപ്പെടുന്നു. ഇനി ഇന്ത്യയുടെ മത്സരമാണ് ICCയുടെ പ്രതീക്ഷ എന്ന് പറയുന്നത്. ഇന്ത്യ അയർലൻഡുമായിട്ടുള്ള മത്സരത്തിൽ കുറേ കാണികളൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഇന്ത്യ പാകിസ്ഥാൻ മത്സരം വരാൻ പോകുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ICC ഇങ്ങനെ ഒരു ടൈം ക്രമീകരിച്ചിരിക്കുന്നത്, രാവിലെ 10:30 മണി എന്ന് പറയുന്ന ഒരു സമയം ക്രമീകരിച്ചിരിക്കുന്നതെന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ സബ് കോണ്ടിനെന്റിലുള്ള ആരാധകരെ ഉന്നം വെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റേഴ്സിന്റെ താല്പര്യം മാനിച്ചുകൊണ്ടാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ 10:30 മണി വെസ്റ്റ് ഇൻഡീസിലും USA രാവിലെ 10:30 മണി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അത് വൈകിട്ട് 8 മണിയാണ്. അപ്പോൾ ആ വൈകുന്നേര സമയം 8 മണി എന്ന് പറയുമ്പോൾ ടിവിയുടെ മുന്നിലിരുന്ന് കളി കാണാനായിട്ട് കൂടുതൽ ആരാധകരുണ്ടാവും, അല്ലെങ്കിൽ ഫാൻസ് കൂടുതൽ ഉണ്ടാവും എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് ICC ടൂർണമെന്റ് ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യയിൽ രാത്രി 8 മണി, അതായത് വെസ്റ്റ് ഇൻഡീസിലും അമേരിക്കയിലും രാവിലെ 10:30 മണി എന്ന് പറയുന്നത് ഇന്ത്യയിൽ രാത്രി 8 മണിയാണ്. പക്ഷെ മറ്റു രാജ്യങ്ങളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, ക്രിക്കറ്റിനെ വളരെയധികം സ്നേഹിക്കുന്ന ഓസ്ട്രേലിയയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇന്ത്യയുടെ രാത്രി 8 മണി എന്ന് പറയുന്നത് അവിടെ അർദ്ധരാത്രി 12:30 മണിയാണ്. അപ്പോൾ അർദ്ധരാത്രി 12:30 മണിക്ക് മത്സരം കാണേണ്ട ഒരു ഗതികേടിലാണ് ഓസ്ട്രേലിയക്കാരുള്ളത്. ഇനി ന്യൂസിലൻഡിലാണെങ്കിലോ കുറച്ചും കൂടെ മോശപ്പെട്ട ഒരു സമയമാണ്, അതായത് രാത്രി 2 മണിയാണ് അവിടെ. ഇപ്പോൾ ഈ ഓസ്ട്രേലിയയും ഒമാനും തമ്മിലുള്ള ഒരു മത്സരം, ആ മത്സരം നടക്കുന്നത് ഇന്ത്യൻ സമയം രാത്രി 12:30 മണിക്കാണ്. അതായത് ഓസ്ട്രേലിയയിൽ ആ സമയം എന്ന് പറയുന്നത് രാവിലെ 5:30 മണിയാണ്. അപ്പോൾ രാവിലെ 5:30 മണിക്ക് എഴുന്നേറ്റ് മത്സരം കാണേണ്ട ഒരു ഗതികേടിലാണ് ഓസ്ട്രേലിയയുടെ ആരാധകർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സമയ ക്രമീകരണങ്ങളാണ് ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ കുറയുന്നതെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഇനി നാലാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട ലോജിസ്റ്റിക്സ് എന്ന് പറയാനുള്ള കാരണം, ഈ ടൂർണമെന്റിനായിട്ട് എത്തിപ്പെട്ട പല ഓസ്ട്രേലിയൻ താരങ്ങളും, അതായത് പാറ്റ് കമ്മിൻസ്, മിച്ചൽ സ്റ്റാർ, ഗ്ലെൻ മാക്സ്വെൽ, അങ്ങനെയുള്ള വലിയ താരങ്ങൾ പലരും പല സമയത്ത്, അതായത് പല സ്ഥലങ്ങളിൽ അവർ കുടുങ്ങിപ്പോയതായിട്ടുള്ള വാർത്തകളുണ്ടായിരുന്നു. ഏകദേശം 2 ദിവസമാണെങ്കിൽ അവർക്ക് ലൊക്കേഷനിൽ എത്താൻ സാധിക്കാതെ അവർ കുടുങ്ങിപ്പോയതെന്നുള്ള വാർത്തകളുണ്ടായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ശ്രീലങ്കൻ താരങ്ങൾ ആദ്യ മത്സരത്തിന്, സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള തങ്ങളുടെ ആദ്യ മത്സരത്തിന് എത്തുന്നത് തന്നെ വളരെ ലേറ്റ് ആയിട്ടായിരുന്നു. 1 ദിവസം ഡിലേ ആയിരുന്നു അവരുടെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. മാത്രമല്ല അവർ ന്യൂയോർക്കിൽ നടന്ന ഒരു മത്സരം, ഈ നസാവു കൗണ്ടിയിൽ നടന്ന മത്സരത്തിന് അവർക്ക് രാവിലെ 5:30 മണിക്ക് എഴുന്നേറ്റിട്ടാണ് അവർ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് പുറപ്പെട്ടത്. കാരണം ഏകദേശം 1.5 മണിക്കൂർ ട്രാവൽ ചെയ്താൽ മാത്രമേ അവർക്ക് ആ സ്റ്റേഡിയത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുമായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം 10:30 മണിക്കുള്ള മാച്ചിന് 5:30 മണിക്കെങ്കിലും എഴുന്നേറ്റിട്ടായിരിക്കണം അവർ ആ ഒരു മത്സരത്തിനായിട്ട് എത്തിപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഈ ടൂർണമെന്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രശ്നം സൃഷ്ടിക്കുന്ന ഒന്നാണെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി 5ാമത്തെ കാരണം എന്ന് പറയുന്നത് ഇതിന്റെ ടിക്കറ്റ് പ്രൈസ് ആണ്. ഈ ടൂർണമെന്റിന് ICC ഏർപ്പെടുത്തിയിരിക്കുന്ന ടിക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് വലിയ വില കൊടുത്തിട്ടാണ് ആളുകൾ ടിക്കറ്റ് വാങ്ങുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്നുള്ള, ഒരുപാട് വർഷങ്ങളായിട്ട് ന്യൂയോർക്കിൽ താമസമായിട്ടുള്ള ഒരു തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു യുവാവ്, അദ്ദേഹം ഈ മത്സരം കാണാനായിട്ട് ടിക്കറ്റ് എടുത്തത് 30,000 രൂപ കൊടുത്തിട്ടാണ്. ആ 30,000 രൂപ കൊടുത്തിട്ടാണ് ഈ ടൂർണമെന്റ് കാണാനുള്ള ഒരു ടിക്കറ്റ് സംഘടിപ്പിച്ചത്. അതും ഇന്ത്യയും അയർലൻഡും തമ്മിലുള്ള മത്സരം. എന്നിട്ട് അദ്ദേഹം ആ സ്റ്റേഡിയത്തിൽ നിന്നൊരു ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അത് ആ സ്റ്റേഡിയത്തിന്റെ ഏറ്റവും പുറകുവശത്താണ് അദ്ദേഹം നിൽക്കുന്നത്. ഏറ്റവും ബാക്കിലായിട്ടാണ് അദ്ദേഹത്തിന് സീറ്റ് ലഭിച്ചിരിക്കുന്നത്. 1 ലക്ഷം രൂപയും 2 ലക്ഷം രൂപയും ഒക്കെ കൊടുത്തുകൊണ്ട് മേടിച്ചിട്ടുള്ള ടിക്കറ്റുകൾക്കുള്ള സീറ്റുകളാണ് മുൻപന്തിയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ടിക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് പല വെസ്റ്റ് ഇന്ത്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, അവിടെയുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താങ്ങാനാവുന്ന ഒരു വിലയല്ല എന്നുള്ള ഒരു പരാതി പല കോണുകളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നുമുണ്ട്. ഇനി ഇതിനേക്കാളും ഒക്കെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യ പല മാച്ചുകളും കളിക്കുന്ന ന്യൂയോർക്കിലെ നസാവു കൗണ്ടി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെ ഡ്രോപ്പ് ഇൻ പിച്ചാണ്. ഈ ഡ്രോപ്പ് ഇൻ പിച്ചിൽ നടന്ന പല മത്സരങ്ങളും നമ്മളിപ്പോൾ കാണുകയും ചെയ്തു. ആദ്യ മത്സരം അവിടെ നടന്നത് സൗത്ത് ആഫ്രിക്കയും ശ്രീലങ്കയും തമ്മിലുള്ളതായിരുന്നു. അതിനു മുമ്പ് ഇന്ത്യ ബംഗ്ലാദേശുമായിട്ട് ഒരു സന്നാഹ മത്സരം അവിടെ കളിക്കുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം നമ്മൾ ആദ്യമായിട്ടൊരു മത്സരം കണ്ടത് സൗത്ത് ആഫ്രിക്കയും ശ്രീലങ്കയുമായിട്ടാണ്. 77 റൺസിനാണ് ശ്രീലങ്ക ആ മത്സരത്തിൽ ഓൾ ഔട്ട് ആയത്. എന്നിട്ട് ആ 77 റൺസ് എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് സൗത്ത് ആഫ്രിക്കയ്ക്ക് 17 ഓവറുകൾ വേണ്ടി വന്നു, 4 വിക്കറ്റുകളും നഷ്ടമായി. അതുപോലെ തന്നെ ഇന്ത്യയും അയർലൻഡും തമ്മിലുള്ള മത്സരത്തിൽ 96 റൺസിലാണ് അയർലൻഡ് ഓൾ ഔട്ട് ആയത്. തിരിച്ച് നന്നായിട്ട് ബോൾ ചെയ്യാൻ അയർലൻഡിന് സാധിച്ചെങ്കിലും ഇന്ത്യൻ ബാറ്റർമാരുടെ എക്സ്പീരിയൻസിൽ ഇന്ത്യ അത് അനായാസം മറികടന്നു. പക്ഷെ ആദ്യ ഓവറുകളിൽ അത് അത്ര ഈസി ആയിരുന്നില്ല എന്നുള്ളതാണ്. പല വിദഗ്ധരും ഈ നസാവു കൗണ്ടി ഇന്റർനാഷണൽ ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ ആ ഒരു ഡ്രോപ്പ് ഇൻ പിച്ചിനെ പറ്റി വലിയ വിമർശനങ്ങളുമായി ഇതിനോടകം രംഗത്ത് വന്നിട്ടുമുണ്ട്. 6 കാരണങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരത്തോടുകൂടി ഇതെല്ലാം നികത്താനാവുമെന്ന പ്രതീക്ഷയിലാണ് ICC. പക്ഷേ ICCയുടെ പ്രതീക്ഷകൾക്ക്
ഉത്തരവാദിത്വം അങ്ങനെ ഏൽപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ പാകിസ്ഥാനെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അട്ടിമറിക്കുകയും ചെയ്തു. സൂപ്പർ ഓവറിലേക്ക് കടന്ന ഒരു മികച്ച മത്സരത്തിൽ ആ മത്സരത്തിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി USA 2 മത്സരങ്ങളിൽ വിജയിയായി. ഇനിയുള്ള മത്സരങ്ങളെല്ലാം തന്നെ ജയിക്കുക എന്നുള്ളതാണ് പാകിസ്ഥാന് സൂപ്പർ 8ലേക്ക് കടക്കുവാനുള്ള ചാൻസ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ടീം, ഇന്ത്യയോ പാകിസ്ഥാനോ, ഈ ആദ്യഘട്ടത്തിൽ പുറത്താവുകയോ അല്ലെങ്കിൽ സൂപ്പർ 8ൽ പുറത്താവുകയോ ചെയ്താൽ ഈ ടൂർണമെന്റ് ഒരു വൻ പരാജയമാകുമെന്ന് ഞാൻ പറയേണ്ടതായിട്ടില്ല. ഏതായാലും വലിയ പ്രതീക്ഷകളാണ് എല്ലാവരും വെച്ചു പുലർത്തുന്നത്. ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ആദ്യ മാച്ച് അയർലൻഡുമായിട്ട് മികച്ച രീതിയിൽ തുടങ്ങാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. അടുത്ത മത്സരം 9-ാം തീയതി ചിരവൈരികളായ പാകിസ്ഥാനുമായിട്ടാണ്. നമുക്ക് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ആശാവഹമാണ് ഈ ടൂർണമെന്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ സഞ്ജു സാംസൺ ടീമിലുണ്ട് എന്നുള്ളതാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് ഞാൻ പറയുന്നത്, ഒരു മലയാളി ഇല്ലാതെ ഇന്ത്യക്ക് ഇന്ന് വരെ ഒരു ലോകകപ്പ് കിരീടവും നേടാൻ സാധിച്ചിട്ടില്ല. 1983 ഇന്ത്യ ആദ്യമായി ഏകദിന ലോകകപ്പ് നേടുമ്പോൾ സുനിൽ വാത്സൻ എന്ന് പറയുന്ന ഒരു മലയാളി ആ ടീമിലുണ്ടായിരുന്നു. പിന്നീട് 2007 T20 ലോകകപ്പ് ഇന്ത്യ നേടുമ്പോൾ ശ്രീശാന്ത് ആ ടീമിലുണ്ടായിരുന്നു. 2011 ഏകദിന ലോകകപ്പ് ഇന്ത്യ നേടുമ്പോൾ ശ്രീശാന്ത് ആ ടീമിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2024 സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിന്റെ ഭാഗ്യമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.